കാലം പോകെ പോകെ എല്ലാം ശരിയാവൂടാ. നിനക്ക് അർച്ചനയെയും അർച്ചനയ്ക്ക് നിന്നെയും ആരെക്കാളും മനസ്സിലാവും. നീ അവളെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നു പറയുന്നതേ തെറ്റാ സച്ചി. സ്നേഹിക്കാൻ എനിക്കറിയും, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അറിയില്ല. ഞാൻ തനിക്ക് ചേർന്ന ഭർത്താവല്ല. മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും അവക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. അധികം നാൾ തനിക്കിവിടെ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. ഹലോ, ഞാൻ താഴെയുണ്ട്, വേഗം വാ. ഏട്ടത്തി, അർച്ചനേട്ടത്തി എങ്ങോട്ടാ? കറങ്ങാൻ പോവാണോ? അങ്ങനൊന്നുമില്ല, സച്ചേട്ടൻ വിളിച്ചു. സച്ചേട്ടൻ ഇപ്പൊ മര്യാദയ്ക്ക് കമ്പനിയിൽ പോലും പോകുന്നില്ലെന്ന ആൾക്കാര് പറയുന്നത്. എന്തു പറ്റി? കരയുന്നോ? ഏയ് ഇല്ലല്ലോ. അല്ല, കരഞ്ഞു. മുഖം കണ്ടാൽ അറിയാം. എന്തിനാ കള്ളം പറയുന്നത്? ഏയ് ഇല്ല, നിനക്ക് തോന്നുന്നതാ. ഞാനെന്തിനാ കരയുന്നത്? എന്നാ പിന്നെ സന്തോഷ കണ്ണീരായിരിക്കും. ഇതുപോലൊരു സൗഭാഗ്യം ഏട്ടത്തിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലല്ലോ. ശരിയാ. പക്ഷേ ഏട്ടത്തിയുടെ കരഞ്ഞു ചീർത്ത മുഖം ഒരു ഭംഗിയില്ല. അതുപോലെ ആകെ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആണോ? സച്ചേട്ടനെ പോലെ ഒരു ബിസിനസ് ടൈക്കൂണിന്റെ ഭാര്യ ഔട്ടിങ്ങിന് പോകുമ്പോ അതിന്റേതായ സ്റ്റേറ്റസ് കീപ്പ് ചെയ്യണം. ഇതുപോലെ പോകരുത്. ധൃതിയിൽ ഒരുങ്ങിയതുകൊണ്ട് അതല്ല ഏട്ടത്തി, പഴമക്കാര് പറയുന്ന പോലെ മുഖം മനസ്സിന്റെ കണ്ണാടിയല്ലേ. എത്ര കള്ളം പറഞ്ഞാലും മനസ്സിലുള്ളതേ മുഖത്ത് വരും. അത് ടവല് കൊണ്ട് തുടച്ചാ മാറില്ല. സച്ചേട്ടൻ വിളിക്കുന്നു. ചെല്ല് ചെല്ല്, സച്ചേട്ടൻ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഓരോരുത്തരുടെ ഗജകേസരി യോഗേ. അച്ഛൻ വേഗം ഫ്രണ്ടിൽ കയറ്. അയ്യോ ക്ഷമിക്കണം സർ, ആരാണെന്ന് അറിഞ്ഞില്ല. അനൂപേട്ടൻ. ഈ നേരത്തെ ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ?
അനുപേട്ട വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞു പോലുമില്ല. വീട്ടിലെല്ലാവർക്കും സുഖമല്ല. ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്കിളെ, നിങ്ങളത് എവിടേക്കാ? ഞങ്ങളൊന്ന് പുറത്തേക്ക്. അർജന്റ് കാര്യം വല്ലതാണോ? ആ അത് അനൂപേ, രണ്ടുപേരും വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തീർക്കാതെ അകത്തേക്ക് വാ. ആ സച്ചി, അത്യാവശ്യ കാര്യമൊന്നും അല്ലെങ്കിൽ പിന്നെ പോവാന്ന് വെക്കേ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. അർച്ചു ആന്റി വാ. വാ വാ ആന്റി വാ. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വരെ ഒന്ന് വരാൻ സച്ചിക്ക് ഇതുവരെ നേരം കിട്ടിയില്ല. അത് ക്ഷണിക്കാനാ ഞങ്ങളിപ്പോ വന്നത് തന്നെ. അതിന് ഇവിടെ വന്ന് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടുപേരും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. അത് വരണമെന്ന് കരുതിയതാ. തിരക്കഴിഞ്ഞു പോയാൽ മതിയെന്ന് ഞാനാ സച്ചിനോട് പറഞ്ഞേ. എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെക്കണം ശശി. അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ തിരക്കില്ല മോനെ. കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണ് ഇതുവരെ വിരുന്ന് ചെയ്യുന്നില്ലെങ്കിൽ. സച്ചി, എന്താ ഒന്നും പറയാത്തത്? അടുത്ത് തന്നെ ഞങ്ങൾ വരാം. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങും. നിങ്ങൾ പോന്നീ പൊക്കോ. ശുഭകാര്യത്തിന് മുടക്കം വരണ്ട. അത് ശരിയല്ലല്ലോ. ഇന്ന് അത്യാവശ്യമില്ലെങ്കിൽ പോക്ക് വേണ്ടാന്ന് വെച്ചുവിടെ ശശി. എന്താ ശുഭകാര്യം? അമ്പലത്തിലേക്കാണോ? വക്കീലിനെ. വക്കീലോ? അല്ല, ക്ഷേത്രത്തിലേക്ക്. ഓ, അതെ അച്ഛാ, ക്ഷേത്രത്തിൽ പോണം. വരുന്ന വഴി കമ്പനി വക്കീലിനെ മറ്റോ കാണാന്ന് പറഞ്ഞു. അർച്ചന, നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ അർച്ചന, സമയം പോകുന്നു. പോയിട്ട് വാ മോളെ. ആഹാ, സർട്ടിഫിക്കറ്റ് ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഇപ്പോ സർട്ടിഫിക്കറ്റുകളൊക്കെ എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഓൺലൈൻ വഴിയല്ലേ നടപടികളൊക്കെ. ഈ കാലത്ത് വിവാഹ സർട്ടിഫിക്കറ്റിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നില്ലാതെ. ഇന്നത്തെ കാലത്താണ് ഇത് അത്യാവശ്യം. മരണത്തിനും ജനനത്തിനും വിവാഹത്തിനും ഡിവോഴ്സിനും ഒക്കെ സർട്ടിഫിക്കറ്റ് വേണം. മോളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങി കൈവച്ചിട്ടാണോ ഡിവോഴ്സിനെ പറ്റി പറയുന്നത്? അമ്മേ, ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അല്ലേ അച്ഛാ? ഒരു പ്രശ്നവും ഉണ്ടാവാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ എന്റെ കുട്ടി അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനിപ്പോ എന്താ കുഴപ്പം പറ്റിയത്? ചേച്ചി അവിടെ സന്തോഷത്തോടെയല്ലേ കഴിയുന്നേ. പിന്നെ പെട്ടെന്ന് വീട് വിട്ട് മാറി നിന്നതിന്റെ സങ്കടം കാണും. അതൊക്കെ മാറും. അവളുടെ കാര്യോർത്ത് നമ്മൾ വെറുതെ വിഷമിക്കണ്ട. സർവേശ്വരന്റെ അനുഗ്രഹം അവക്കെന്നും ഉണ്ടാവും. മോളെ ആദി, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അച്ചുവിന്റെ കൈ കൊണ്ടു കൊടുക്കണം. അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ വച്ചിനി അത് കാണാതോ മറ്റോ ആയാൽ മോളത് കൈയോടെ കൊടുത്തേര്. ആ പേരില് എനിക്ക് അച്ഛ ചേച്ചി ഒന്ന് കാണുകയും ചെയ്യാലോ. എനിക്ക് എന്തായാലും ഒരു അസൈൻമെന്റിന്റെ DTP എടുക്കാനും ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് അവിടെയും കൂടെ കയറാം. അച്ചുവിനെ ഒന്ന് കാണാൻ തോന്നുക. അച്ചുവിന്റെ വിവാഹം ഭംഗിയായി നടന്നു എന്നുള്ള ആശ്വാസം ഉണ്ടെങ്കിലും ഈ വീട് ഉറങ്ങിയതുപോലെയായി.
എന്റെ വലം കൈ എല്ലായിരുന്നു അവള്. പെൺമക്കള് വലുതായ പിന്നെ അതങ്ങനെയല്ലേ. അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? പുതിയ വീട്, പുതിയ ബന്ധുക്കൾ, അതുമായൊക്കെ പൊരുത്തപ്പെട്ട് അവള് സന്തോഷമായിട്ട് ജീവിച്ചോളൂ. അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക് നമ്മളിപ്പോൾ തന്നെ എത്തും. ഒരു മിനിറ്റ്. സഞ്ജു. നീ ഓഫീസിൽ പോയില്ലേ? ഇല്ല സഞ്ജു, വേറെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. എന്തത്യാവശ്യം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിന്റെ പേരെന്താണ്? എന്ത് പറ്റി പേടിച്ചു നിൽക്കും പോലെ? എന്താണ് പേരില്ലേ? ആ നിൽക്കുന്നതാരാ? നിന്റെ കാമുകനാ? കണ്ടിട്ട് എവിടെയോ കറങ്ങാൻ പോയതുപോലെ ഉണ്ടല്ലോ. ഞങ്ങളും പോരട്ടെ. പോവല്ലേ? എവിടേക്കാണ് ധൃതി വെച്ച് പോകുന്നത്? നീ അവനങ്ങ് വിട്ടേക്ക്. നമുക്ക് ഈ കാറിലും ബൈക്കിലും ആയിട്ട് സൂചിച്ചങ്ങ് പോവാം. ഈ എവിടെ? നിക്കടെ ഇവിടെ. ആരാണ് നീയൊക്കെ? പെണ്ണുങ്ങളോടാണ് നിന്റെ ഒക്കെ പരാക്രമം. അത് ചോദിക്കാൻ നീ ആരാടാ? നീ ഇവിടെ ആരാടാ?
വേറെ ഫീൽ അല്ലേ സന്ദീപ്? ചില റൊമാൻറ്റിക് സോങ്സ് കേൾക്കുമ്പോ നമ്മള് വല്ലാതെ റൊമാൻറ്റിക് ആയി പോകും. ചിലപ്പോ പരിസരം തന്നെ മറന്നുപോകും. സന്ദീപിന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ എന്ത് ചോദ്യ ചോദിച്ചത്? അതുകൊണ്ടാണല്ലോ സന്ദീപ് ഈ പാട്ട് കേൾക്കുന്നത്. അല്ല, ഞാനും കൂടെ സഹായിക്കാം. നോ താങ്ക്സ്, ഞാൻ തന്നെ ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ നാളെ ഞാനിതൊക്കെ ചെയ്യേണ്ടതല്ലേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല. ആക്ച്വലി ഈ ഡ്രസ്സൊക്കെ മടക്കുന്നതൊക്കെ ഒരു കലയാ. എനിക്കിതൊക്കെ അറിയാം. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാ. ഇതൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയി മടക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയല്ലേ? അറിയാത്ത പണിക്ക് പോരുത്, അതെന്താണെങ്കിലും. ഇതൊക്കെ ചെയ്യാനാ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. തൽക്കാലം അതിന്റെ ആവശ്യമില്ല, എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. എന്നാലും സച്ചിയേട്ടന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അനുജനും ആവാലോ. ആവാം, അതിന് സമയാവട്ടെ, അപ്പൊ ആലോചിക്കാം. എന്തായാലും ഇപ്പൊ വേണ്ട. എനിക്കൊന്ന് കുളിക്കണം. ഇവിടുത്തെ ഷവർ കംപ്ലൈന്റാ. എന്റെ മുറി കയറിക്കോ. വേണ്ട, ഞാൻ സച്ചിയുടെ മുറി പോയി കുളിച്ചോളാം. അതെന്താ എന്റെ മുറിയിൽ വന്ന് കുളിച്ച? ഇവിടുത്തെ എല്ലാ മുറികളും ഒരുപോലെയാ. ആയിരിക്കാം, പക്ഷെ എന്റെ ഏട്ടന്റെ മുറി പോലെ സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ. പക്ഷെ അതിപ്പോ ഏട്ടന്റെ മുറി മാത്രമല്ലെന്ന് ഓർക്കണം, വേറൊരു അവകാശവും ഉണ്ട്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മോനെ. ഈ പരിഭവവും അകൽച്ചയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഞാൻ പേടിച്ചുപോയി. അവന്മാരെ പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടിയിരുന്നത്, തെമ്മാടികൾ. ഇനിയും ഇതുപോലുള്ളവരുടെ മുമ്പില് വെറുതെ വഴക്കിനൊന്നും പോകരുത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒരു പെണ്ണിന്റെ നേരെ തോന്നിയ ദിവസം കാണിച്ചമാരെ ഉപദേശിച്ചു വിടണമായിരുന്നു. എന്നാലും സച്ചേട്ടൻ എന്നെ രക്ഷിക്കാൻ തോന്നിയല്ലോ. അർച്ചന ആയതുകൊണ്ടല്ല. ഏതൊരു പെണ്ണിനാണ് ഇത്ര സിറ്റുവേഷൻ വരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുന്നുള്ളൂ. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇറങ്ങാം. ഇറങ്ങുന്നില്ലേ? സച്ചേട്ടാ, എന്താ അർച്ചന? എന്താ അർച്ചന? വക്കീൽ എന്തെങ്കിലും ചോദിക്കില്ലേ? ചോദിക്കും. എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞോളാം. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കല്ലേ പറയാനുള്ളൂ. നമ്മൾ വന്നിരിക്കുന്നത് ഡിവോഴ്സ് വാങ്ങാനല്ലേ? ഇനി തനിക്ക് പറയാനുള്ളതും പറയാം. ഐ മീൻ കോമ്പൻസേഷനായിട്ട്.